നമസ്കാരം. തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. സഭകൾ പ്രദർശിപ്പിക്കേണ്ടത് ലവ് സ്റ്റോറികളാണെന്നും ഹേറ്റ് സ്റ്റോറികളല്ലെന്നും യാക്കോബായ സഭയുടെ വിരമിച്ച മെത്രാൻ ഗീവർഗീസ് മാർ കൂറിലോസ് കേരള സ്റ്റോറി എന്ന സമൂഹത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട സിനിമ പ്രദർശിപ്പിച്ച രൂപതകളെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് ഗീവർഗീസ് മാർ കൂറിലോസിൻ്റെ ഈ വിമർശനം. പ്രിയപ്പെട്ട മെത്രാച്ചനോട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്, അങ്ങ് സഹായിച്ചില്ലെങ്കിലും വേണ്ടില്ല, ദയവ് ചെയ്ത് ഉപദ്രവിക്കാതിരുന്നുകൂടെ. എന്നൊക്കെയാണോ പൊളിറ്റിക്കൽ ഇസ്ലാം വിമർശിക്കപ്പെടുന്നത്, അന്നൊക്കെ ഇതുപോലെ മെത്രാച്ചൻ്റെ വാക്കുകളെത്തും. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അങ്ങ് വിരമിച്ചു എന്ന് കേട്ടപ്പോൾ ഞങ്ങൾക്ക് വലിയ ആശ്വാസമായിരുന്നു, സമാധാനമായിരുന്നു. വെറുതെ കയ്യടി കിട്ടാൻ വേണ്ടിയുള്ള ഇത്തരം ജൽപ്പനങ്ങൾ അങ്ങ് എന്തിനാണ് നടത്തുന്നത്? അങ്ങയോട് ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. ദയവ് ചെയ്ത് ഇത്തരം സാഹചര്യങ്ങളിൽ താങ്കൾ മിണ്ടാതെ ഇരിക്കുക. അതിൽ കൂടുതൽ ഒരു സേവനവും അങ്ങേക്ക് ഈ പൊതുസമൂഹത്തോട് ചെയ്യുവാനില്ല. പ്രിയപ്പെട്ട മെത്രാച്ച, ഇത്തരത്തിൽ ഒരു പോസ്റ്റ് താങ്കൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. അതിൽ വന്ന കമൻറ്റുകൾ താങ്കൾ ശ്രദ്ധിച്ചുവോ എന്നറിയത്തില്ല. പോസ്റ്റ് ഇട്ടിട്ട് കയ്യടി കിട്ടുന്ന കമൻറ്റുകൾ മാത്രം വായിച്ച് ഉൾപ്പുളകം കൊണ്ടിരിക്കുന്ന അങ്ങയുടെ ശ്രദ്ധയിലേക്ക് അങ്ങയെ വിമർശിച്ച് വന്ന ഏതാനും കമൻറ്റുകൾ ഞങ്ങളൊന്ന് പങ്കുവയ്ക്കട്ടെ. ഈ സമൂഹത്തിൽ രണ്ട് തരത്തിൽ ചിന്തിക്കുന്നവരുണ്ടെന്ന് താങ്കൾ മനസ്സിലാക്കുക. ഇടയനെ കുഞ്ഞാടുകൾ പഠിപ്പിച്ചു എന്നൊക്കെ പറയുന്നത് താങ്കൾക്ക് നാണക്കേടായിരിക്കാം. പക്ഷേ ഇന്നത്തെ താങ്കളുടെ പോസ്റ്റിൽ സംഭവിച്ചത് അക്ഷരാർത്ഥത്തിൽ അതുതന്നെയാണ്. കുഞ്ഞാടുകൾ ഇടയന് ക്ലാസ് എടുക്കുകയായിരുന്നു. ഇതൊക്കെ കേട്ട് ഒന്ന് ചിന്തിക്കുക. വെറുതെ കയ്യടി കിട്ടാൻ വേണ്ടി നിരണം കൂറിലോസ് എന്ന് പറയുന്ന മെത്രാൻ മഹാനാണ് എന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി അങ്ങ് വെറുതെ ഓരോന്ന് എഴുതി വിടല്ല. ഈ സമൂഹത്തിലേക്ക്, താഴേക്കിടയിലേക്ക് താങ്കളൊന്ന് ഇറങ്ങി വരണം. യാഥാർത്ഥ്യങ്ങളൊക്കെ താങ്കളൊന്ന് മനസ്സിലാക്കണം. ചുമ്മാ കണ്ണടച്ച് ഇരുട്ടാക്കരുത്. അങ്ങയ്ക്ക് പറ്റിയൊരു കൂട്ട് ഹൈന്ദവ സമൂഹത്തിലുമുണ്ട്. സന്ദീപാനന്ദഗിരി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പറ്റുമെങ്കിൽ താങ്കൾ അദ്ദേഹത്തെ പോയി ഒന്ന് കാണണം. നിങ്ങൾ രണ്ടുപേരും കൂടെ സംയുക്തമായിട്ട് ചില പ്രസ്താവനകളൊക്കെ ഒന്ന് നടത്തണം. അത് ഈ സമൂഹത്തിന് വളരെ മുതൽക്കൂട്ടായിരിക്കും. കാരണം നിങ്ങളെ രണ്ടുപേരെയും ഒരുപോലെ തിരിച്ചറിയാൻ കഴിയുന്നതാണ് ഞങ്ങളുടെ വിവേചന ശക്തി. പ്രിയപ്പെട്ട മെത്രാച്ച, അങ്ങയുടെ ശ്രദ്ധയിലേക്ക് അടിയൻ ഈ കമൻറ്റുകളൊന്ന് വായിച്ചു കൊള്ളട്ടെ, കേൾക്കണം. അജോ കുര്യൻ പറയുന്നു, എവിടെയൊക്കെ പൊളിറ്റിക്കൽ ഇസ്ലാം പ്രതിരോധത്തിലാവുന്നു അവിടെ അവരുടെ രക്ഷകനായി ഇദ്ദേഹം അവതരിക്കും. എന്നാൽ ക്രൈസ്തവരുടെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലും പ്രശ്നത്തിലും പൂഞ്ഞാർ വിഷയത്തിലടക്കം ഇദ്ദേഹം പ്രതികരിക്കില്ല, മൗനിയായിരിക്കും, അറിഞ്ഞ ഭാവം കാണിക്കില്ല. സജു ജോർജിൻ്റെ കമൻറ്റ് ഇങ്ങനെയാണ്: വിശ്രമ ജീവിതം ആനന്ദകരമാക്കുക, സഭയുടെ കാര്യം സഭ തീരുമാനിക്കട്ടെ. എൽദോ ജോർജ് ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നു: ട്രൂ സ്റ്റോറി അല്ലേ മെത്രാച്ച? കുറേ എണ്ണം പോയി പൊട്ടിത്തെറിച്ച് പരലോകം പോകിയതും ഇപ്പോഴും കുറേ സോണിയ സെബാസ്റ്റ്യന്മാർ ജയിലിൽ കിടന്ന് നരകിക്കുന്നതും മെത്രാച്ചൻ കണ്ടില്ലേ? സോഷ്യൽ മീഡിയയിലും കവലപ്രസംഗത്തിനും കിട്ടുന്ന കയ്യടി അജപാലന ശുശ്രൂഷയിൽ കിട്ടാത്തതുകൊണ്ടാണോ VRS എടുത്തത്? ഇമ്മാതിരി നിലപാടൊക്കെ കാണുമ്പോൾ ചോദിച്ചു പോവുകയാണ്. നെബുക്കെ കുര്യൻ ഇങ്ങനെ ചോദിക്കുന്നു: തൻ്റെ ആടുകളെ ചെന്നായ്ക്കളിൽ നിന്നും രക്ഷിക്കുവാൻ ഒരു ഇടയന് കടമയില്ലേ പിതാവ് എന്ന്. ലിബിൻ പാറക്കലിൻ്റെ കമൻറ്റ് ഇങ്ങനെയാണ്: അപ്പോൾ ഈ കണ്ട സംഭവങ്ങളൊക്കെ ഒരു കെട്ടുകഥയാണല്ലേ? നിമിഷ ഫാത്തിമ, സോണിയ സെബാസ്റ്റ്യൻ ഇവരൊക്കെ. ബൈജു ജോർജിൻ്റെ കമൻറ്റ് ഇങ്ങനെയാണ്: സുഡാപ്പികളുടെ കുറേ ലൈക്ക് മേടിച്ചു കൂട്ടും ഇന്ന്, സൂപ്പർ. എല്ലാ കൂട്ടത്തിലും കാണും യൂദാസുകൾ. അത് ചരിത്രത്തിൻ്റെ കറുത്ത അധ്യായമാണ്. ഹൃദയശുദ്ധിയുള്ളവർ സത്യം മനസ്സിലാക്കട്ടെ, വിവേകത്തോടെ ചിന്തിക്കട്ടെ. കക്കുകളി എന്ന നാടകം പ്രദർശിപ്പിക്കുന്നത് തടയാൻ നൽകിയ പിന്തുണ ഞങ്ങൾ മറന്നിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഒരു മതേതര ഗുണ്ടകളും ചെങ്കൊടിയേന്തിയ പാതിരിമാരും ഞങ്ങളെ ഉപദേശിക്കാൻ വരണ്ട. സിനിമയെ സിനിമയായി കാണുക. തിരുവല്ലയിൽ ഓഫീസ് റൂമുകൾ വാടകയ്ക്ക് 550, 360 സ്ക്വയർ ഫീറ്റ് വീതമുള്ള 4 റൂമുകൾ. ധനകാര്യ സ്ഥാപനങ്ങൾ, കോച്ചിംഗ് സെൻ്ററുകൾ, ലാബ്, സ്റ്റുഡിയോ എന്നിവയ്ക്ക് അനുയോജ്യം.